ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാർ പരിശോധനയ്ക്ക് ശേഷം അർജന്റീനയ്ക്ക് മൊറോക്കോയോട് തോൽവി. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മത്സരത്തിലാണ് അതിശക്തരായ അർജന്റീനയെ 1-2 ഗോളുകൾക്ക് മൊറോക്കോ തറ പറ്റിച്ചത്. മത്സരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അർജന്റീന നേടിയ സമനില ഗോൾ വാർ നിഷേധിച്ചതും മൊറോക്കോയ്ക്ക് വിജയം അനുവദിച്ചതും. സൗഫിയാൻ റഹീമിയ മൊറോക്കോയുടെ 2 ഗോളുകളും നേടിയപ്പോൾ ഗുലിയാനോ സിമിയോണിയാണ് അർജന്റീനയ്ക്കായി ഗോൾ സ്കോർ ചെയ്തത്. വമ്പന്മാരെ വിറപ്പിക്കുന്ന പോരാട്ടമാണ് തുടക്കം മുതൽ മൊറോക്കോ യുവനിര കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. ഗോളിനായി ഇരു ടീമുകളും കഠിനാധ്വാനം ചെയ്തെങ്കിലും ഗോൾ മാത്രം പിറന്നിരുന്നില്ല. ഒടുവിൽ ആദ്യ പകുതിയുടെ അവസാനം അർജന്റീനൻ പോസ്റ്റിൽ മൊറോക്കോ ആദ്യ ഗോൾ നിക്ഷേപിച്ചു. സൗഫിയാൻ റഹീമിയായിരുന്നു ഗോൾ സ്കോറർ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ 2ാം ഗോളും മൊറോക്കോ നേടി. ഇത്തവണ പെനാൽറ്റിയിലൂടെ റഹീമി തന്നെ ലക്ഷ്യം കണ്ടതോടെ അർജന്റീനയെ ഞെട്ടിച്ച് 2-0 ലീഡ് മൊറോക്കോ സ്വന്തമാക്കി. 2 ഗോൾ വീണതോടെ ഉണർന്നെഴുന്നേറ്റ അർജന്റീന നിരവധി തവണ ഗോളിനടുത്തെത്തിയെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മ തിരിച്ചടിയായി. ഒടുവിൽ 68ാം മിനിറ്റിൽ ഗുലിയാനോ സിമയോണിയിലൂടെ അർജന്റീന 1 ഗോൾ മടക്കി. തുടർന്നും ആക്രമണങ്ങൾ ശക്തമാക്കിയ അർജന്റീന ഇഞ്ചുറി ടൈമിൻ്റെ 16ാം മിനിറ്റിൽ ക്രിസ്ത്യൻ മെദീനയിലൂടെ സമനില ഗോൾ കണ്ടെത്തി. ഗോൾ വീണതോടെ മൊറോക്കോ ആരാധകർ കൂട്ടമായി കളിക്കളത്തിലിറങ്ങിയതോടെ മത്സരം നിർത്തിവച്ചിരുന്നു. പിന്നീട് കാണികളെ ഒഴിപ്പിച്ച ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. മാത്രമല്ല, വാർ പരിശോധനയിൽ അർജന്റീന നേടിയ ഗോൾ ഓഫ് സൈഡ് വിധിക്കുകയും മൊറോക്കോ 2-1 വിജയം നേടുകയും ചെയ്തു. ശനിയാഴ്ച ഇറാഖിനെതിരെയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.